അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസുഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വിളവെടുക്കാറായ പാടത്ത് കിളിശല്യം രൂക്ഷമായി. നിവൃത്തികെട്ട കർഷകൻ കെണിവല വെച്ചു. പിറ്റേന്ന് പോയി നോക്കുമ്പോൾ ധാരാളം കിളികളും ഒരു കൊക്കും വലയിൽ കുടുങ്ങിയിട്ടുണ്ട്. അയാൾ കിളികളെയെല്ലാം കറിയാക്കി. കൊക്കിനെ പിടിക്കാനെടുത്തപ്പോൾ കൊക്ക് പറഞ്ഞു, എന്നോട് ദയവ് കാണിക്കണം, എനിക്കൊരു അബദ്ധം പിണഞ്ഞതാണ്. അങ്ങേക്കറിയാമല്ലോ, ഞാനൊരു ധാന്യമണി പോലും ഭക്ഷിക്കാറില്ല. കർഷകൻ ചോദിച്ചു, പിന്നെ നീ എങ്ങനെയാണ് വലയിൽപ്പെട്ടത്? അത് പറഞ്ഞു, ഞാൻ ഈ കിളികളുടെ ചങ്ങാതിയാണ്, അവരുടെ കൂട്ടത്തിൽ വന്ന് വലയിൽ അകപ്പെട്ടു പോയതാണ്. അയാൾ പറഞ്ഞു, നിനക്കിത് തന്നെ വരണം. കിളികൾ പിടിക്കപ്പെട്ടത് അവ കതിർ ഭക്ഷിച്ചതിൻ്റെ പേരിലാണ്. നീ പിടിക്കപ്പെട്ടത് ഇവകളുമായി ചങ്ങാത്തം കൂടിയതിൻ്റെ പേരിലാണ്. സഹോദരങ്ങളെ, ഒരാൾ എങ്ങനെയുള്ളവനാണെന്ന് മനസ്സിലാക്കാനായി അയാളുടെ ഏറ്റവും അടുത്ത 4-5 സുഹൃത്തുക്കളെ പരിശോധിച്ചാൽ മതിയാകും. സുഹൃത്തുക്കളുടെ ആ ശീലങ്ങളും സ്വഭാവങ്ങളും അതിൻ്റെ വ്യാപ്തിയിൽ നിന്ന് പുറത്തു കടക്കാൻ സാധാരണഗതിയിൽ ആർക്കും കഴിയാറില്ല. നമ്മളുമായി അടുത്ത് ഇടപഴകുന്നവരുടെ ചിന്തകളും ഹാബിറ്റുകളും നാം പോലും അറിയാതെ നമ്മിൽ സ്വാധീനം ചെലുത്തും. അതുകൊണ്ടാണ് അകപ്പെട്ടു പോകുന്ന ചങ്ങാത്തത്തിൽ നിന്ന് പുറത്തു കടക്കാൻ പലപ്പോഴും സാധിക്കാതെ പോകുന്നത്. ഗുണനിലവാരമുള്ള സുഹൃത്തുക്കളെ സ്വീകരിക്കുന്നവരുടെ ജീവിതവും ഗുണനിലവാരമുള്ളതായിരിക്കും. അധപ്പതിച്ചവരുമായിട്ടുള്ള ചങ്ങാത്തം നമ്മളെ അധമനാക്കി മാറ്റും. അതുകൊണ്ട് കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കുക. നല്ല കൂട്ടുകാർ, നല്ല സ്നേഹിതർ മാത്രം നമുക്ക് ദുനിയാവിൽ ഉണ്ടായിരിക്കട്ടെ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല ഉദാഹരണം പറഞ്ഞു. ബുഖാരി, മുസ്ലിം. ഇന്നമാ മസലുൽ ജലീസി സ്വാലിഹി വ ജലീസി സൂഇ കഹാമിലിൽ മിസ്കി വനാഫിഖിൽ കീരി. നല്ല ചങ്ങാതിയുടെയും ചീത്ത കൂട്ടുകാരൻ്റെയും ഉദാഹരണം അത്തർ വിൽക്കുന്നവൻ, കസ്തൂരി വിൽക്കുന്നവനും ഉലയിൽ ഊതുന്ന കൊല്ലനെയും പോലെയാണ്. ഫഹാമിലുൽ മിസ്കി ഇമ്മാ യുഹദിയക വൈമാൻ തബ്താ മിൻഹ വൈമാൻ തജിദ മിൻഹു അരീഹ ത്വയ്യിബ റീഹൻ ത്വയ്യിബത്തൻ. കസ്തൂരി വിൽക്കുന്നവരിൽ നിന്ന് ഒരു പക്ഷേ നീ കസ്തൂരി വിലയ്ക്ക് വാങ്ങിയേക്കാം, ഇല്ലെങ്കിൽ അവൻ നിനക്ക് ചിലപ്പോൾ സാമ്പിൾ നൽകിയേക്കാം. ഒന്നുമല്ലെങ്കിൽ ആ കസ്തൂരിയിൽ നിന്നുണ്ടാകുന്ന സുഗന്ധം ആസ്വദിക്കാൻ നിനക്ക് പറ്റും. വനാഫിഖുൽ കീരി ഇമ്മാ യുഹ്രിക സിയാബക വഇമ്മാ തജിദ മിൻഹു റീഹൻ മുംതിയ. കൊല്ലൻ്റെ ആലയിൽ പോയിരുന്നാൽ അതിൽ നിന്നും പറക്കുന്ന തീപ്പൊരികൾ നിന്റെ വസ്ത്രം ചീത്തയാക്കിയേക്കാം, കേടാക്കിയേക്കാം. ഒന്നുമില്ലെങ്കിലും അവിടെ നിന്നുണ്ടാകുന്ന കരിയും പുകയും ദുർഗന്ധവും നിനക്ക് സഹിക്കേണ്ടി വരും. നമ്മൾ സാധാരണ പറയാറില്ലേ, ചന്ദനം ചാരിയവനെ ചന്ദനം മണക്കും, ചാണകം പേറിയവനെ ചാണകം മണക്കും. നമ്മുടെയും ലോകത്തെമ്പാടുമുള്ള പഴമൊഴികൾ മിക്കതും ഹദീസിൻ്റെ ആശയത്തിൽ നിന്ന് വരുന്നതാണ് എന്ന് മനസ്സിലാക്കുക. ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു, സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു. നാളെ മഹ്ശറയിൽ അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണലല്ലാത്ത ഒരു തണലുമില്ലാത്ത ദിവസം 7 കൂട്ടർക്ക് തണൽ കിട്ടുമെന്നുള്ള നമുക്കെല്ലാം അറിയാവുന്ന പ്രസിദ്ധമായ ഹദീസ്.
ഇതിൽ നാലാമത്തെ വിഭാഗം ആരാണെന്നറിയുമോ? റജുലാനി തഹാബ ഫില്ല ഇജ്തമ അലൈഹി വ തഫറഖ അലൈഹി. ഒരു സ്വാർത്ഥ താല്പര്യവുമില്ലാതെ ചങ്ങാത്തം ചേർന്ന രണ്ട് കൂട്ടുകാർ. അള്ളാഹുവിന് വേണ്ടി മാത്രം അവർ ഒരുമിച്ച് കൂടി, അള്ളാഹുവിൻ്റെ പേരിൽ അവർ വേർപിരിയുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ദീനിന് വേണ്ടി ഇണങ്ങി, ദീനിന് വേണ്ടി പിണങ്ങി. യഖൂലുല്ലാഹു യൗമൽ ഖിയാമ ഐനൽ മുതഹബ്ബൂന ബിജലാലി. അള്ളാഹു ഖിയാമത്ത് നാളിൽ വിളിച്ചു ചോദിക്കും, എൻ്റെ പേരിൽ മാത്രം, എന്നെ ആദരിച്ചു മാത്രം ചങ്ങാതികളായ ആ രണ്ട് കൂട്ടുകാരികളുടെ ഇവിടെ ഉളില്ലുഹും ഫീ ലില്ലി അൽ യൗമലാ ലില്ല ഇല്ലാ ലില്ലി. ഇന്നത്തെ ദിവസം അവർക്ക് ഞാൻ എൻ്റെ തണലാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇന്ന് ഈ തണലില്ലാതെ ഒരാൾക്കും വേറൊരു തണലും കിട്ടുന്നതല്ല. തണലുണ്ട് 7 സമൂഹമിൽ നാളന്ന്, അള്ളാന്റെ തണലല്ലാതെ തണലില്ലെന്ന്. അള്ളാന്റെ തൃപ്തിയിൽ മാത്രമായി സ്നേഹിച്ച ഇരു സ്നേഹിതന്മാർക്കും അതുള്ളത് തീർച്ച. ഇവർക്കോ തണൽ ലഭിക്കുന്നതാണെന്നാള്, അവിടം കഴിഞ്ഞാലെന്നുമേ പെരുന്നാള്. അള്ളാഹു അർഷിൻ്റെ തണൽ കിട്ടുന്ന ആ സജ്ജനങ്ങളിൽ പാവങ്ങളായ നമ്മളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ സാധാരണ ബന്ധപ്പെടുന്ന ജനങ്ങൾ 3 വിഭാഗമാണെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നു. ഒന്ന് ഭക്ഷണം പോലെയാണ്. അവരുമായിട്ടുള്ള ബന്ധം ഒരിക്കലും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. എപ്പോഴും നമുക്ക് ആവശ്യമുള്ളവരാണ്. സദാ അവരുമായി ബന്ധപ്പെടേണ്ടവരാണ്. ഇത്തരം കൂട്ടുകാരെ നിലനിർത്തുക. അവരുമായിട്ടുള്ള കൂട്ടുകെട്ട് അറ്റുപോകാൻ ഒരിക്കലും ഇടയാകരുത്. രണ്ടാമത്തെ വിഭാഗം മരുന്നുപോലെയാണ്. എപ്പോഴും അവരുമായി ബന്ധപ്പെടാൻ നമുക്ക് കഴിയില്ല. എന്നാൽ അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഏറെ ഉപകരിക്കുന്നവരും ഉപകാരപ്പെടുന്നവരുമാണവർ. ഇവരുമായിട്ടുള്ള ബന്ധവും ഒരിക്കലും വിട്ടുകളയരുത്. മൂന്നാമത്തേതാകട്ടെ രോഗം പോലെയാണ്. ഇത്തരക്കാരുമായിട്ടുള്ള ചങ്ങാത്തം നമുക്കൊരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും സൃഷ്ടിക്കും. ഒരു കാരണവശാലും ഇവരെ പോലെയുള്ളവരുമായി കൂട്ടുകൂടാൻ പാടില്ല. ഓർക്കുന്നുണ്ടോ? അർദ്ധരാത്രി മദ്യപിച്ച് മതോന്മത്തനായി തിരുവനന്തപുരം നഗരത്തിലൂടെ അമിത വേഗതയിൽ കാർ ഓടിച്ച് ഒരു പാവപ്പെട്ട പത്രപ്രവർത്തകനെ ഇടിച്ചു കൊന്ന IAS ഓഫീസർ. ആ രാത്രി അവന് കൂട്ടുപോയത് ഒരു മുസ്ലിം യുവതിയായിരുന്നു. അവൾക്കതിൻ്റെ പേരിൽ കേസും അപമാനവും ഒരുപാട് പൊല്ലാപ്പുമൊക്കെ ഉണ്ടായി. അവളുടെ കുടുംബജീവിതം തന്നെ തകരാറിലായി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതാണ് കർഷകൻ കൊക്കിനോട് പറഞ്ഞത്, നീ മദ്യപിച്ചില്ല, നീ കാർ ഓടിച്ചുമില്ല, ഒരാളെയും കാറിടിച്ച് കൊലപ്പെടുത്തിയുമില്ല, പക്ഷേ അവൻ്റെ കൂടെ നീ പോയി എന്നുള്ളതാണ് നിന്റെ തെറ്റ്, അനുഭവിച്ചുകൊള്ളുക. ജനങ്ങൾ ഹബീബെ 3 സൈസിലുള്ളതാ, അതിലൊന്നു ഭക്ഷണം പോൽ സദാ വേണ്ടുന്നതാ. മരുന്നിന്റെ രീതിയിലാണ് രണ്ടാമത്തത്, മറലിന്റെ ഹാലിൽ മാത്രമാണത് വേണ്ടത്. രോഗാവസ്ഥയിൽ മാത്രം നമുക്ക് മരുന്ന് മതി. അങ്ങനെയും ചില കൂട്ടുകാരുണ്ടാവണം. മൂന്നാമതൊരു സൈസുണ്ട് രോഗം പോലെയാ, അവരാൽ നമുക്കെന്നും പ്രയാസം തന്നെയാ. ഇവരോടടുക്കണ്ട ഹബീബേ പോടോ, കഴുതയ്ക്കു പുല്ലു പറിക്കടോ ഹൈറാടോ. എൻ്റെ ഈ സംസാരം കേൾക്കുന്ന സഹോദരീ സഹോദരങ്ങൾ, ഒരു ഡയറിയോ നോട്ട്ബുക്കോ എടുത്ത് നിങ്ങളുടെ കൂട്ടുകാരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. ABC: ഭക്ഷണം, മരുന്ന്, രോഗം. ഈ വിനീതൻ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. എൻ്റെ ലിസ്റ്റ് വേറൊരു രീതിക്കാണ്. ദിവസവും ബന്ധപ്പെടേണ്ടവർ, ആഴ്ചയിൽ ഫോൺ വിളിക്കേണ്ടവർ, മാസത്തിൽ പോയി കാണേണ്ടവർ, വർഷത്തിൽ പെരുന്നാൾ പോലെയുള്ള ദിവസങ്ങളിൽ വിളിച്ച്
സൗഹൃദം പുതുക്കേണ്ടവർ. എൻ്റെ ഈ ഓരോ ലിസ്റ്റിലും വളരെ പരിമിതമായ ആൾക്കാർ മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ വിചാരിക്കും നമുക്ക് ഒരുപാട് സ്നേഹിതന്മാരും സുഹൃത്തുക്കളൊക്കെ ഈ ലോകത്തിലുണ്ടെന്ന്. നിങ്ങൾ ലിസ്റ്റ് തയ്യാറാക്കി നോക്കൂ ഈ പറഞ്ഞതുപോലെ. അപ്പോൾ കാണാം എത്ര പേരാണ് നമ്മുടെ കൂട്ടുകാർ. അതിലേറ്റവും നല്ല, ഞാൻ ഈ പറഞ്ഞതുപോലെ ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന നല്ല കുറേ കൂട്ടുകാരുടെ ലിസ്റ്റ് മാറ്റി എഴുതുക. അവരുള്ള ബന്ധം ഒരിക്കലും വിട്ടുകളയാതിരിക്കുക. മഹാകവി ഉള്ളൂർ പാടുകയുണ്ടായി, ഒരുവനുണ്ടെങ്കിൽ സാക്ഷാൽ സുഹൃത്താണവനെങ്കിൽ മരുഭൂവും മണം വീശും മലർക്കാവായി മാറും. ഒരുവനുണ്ടെങ്കിൽ സാക്ഷാൽ സുഹൃത്താണവനെങ്കിൽ മരുഭൂവും മണം വീശും മലർക്കാവായി മാറും. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി, നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു കൂട്ടുകാരൻ നിനക്കുണ്ടെങ്കിൽ അവനുമായിട്ടുള്ള ബന്ധം ഒരിക്കലും കൈവിട്ട് കളയരുത്. കാരണം അത്തരം കൂട്ടുകാരെ കിട്ടുക എന്നുള്ളത് ജീവിതത്തിലെ മഹത്തായ സൗഭാഗ്യമാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുമ്പോൾ ഒരു കേസിൽ വാദി തൻ്റെ സാക്ഷിയായി അവൻ്റെ കൂട്ടുകാരനെ കൊണ്ടുവന്നു. ഉമർ റളിയല്ലാഹു അൻഹു ആ സാക്ഷിയോട് ചോദിച്ചു, നീയും ഇവനും തമ്മിൽ എപ്പോഴെങ്കിലും ഒന്നിച്ച് യാത്ര ചെയ്തിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടോ? ഇല്ല. എപ്പോഴെങ്കിലും സ്നേഹിതരായിരുന്നതിന് ശേഷം പിണങ്ങിയിട്ടുണ്ടോ? ഇല്ല. നിന്നെ സാക്ഷിയായിട്ട് പറ്റില്ല, പൊയ്ക്കോളാൻ പറഞ്ഞു. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു നമുക്ക് അതിമഹത്തായ ഒരു പാഠമാണ് പഠിപ്പിച്ചത്. നല്ല മധുരമായി സംസാരിക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാകും. ഒന്നിച്ചൊന്ന് യാത്ര ചെയ്തു നോക്കണം, തനി നിറം പുറത്തിയാടും. അതുപോലെ തന്നെ തലപ്പാവും തൊപ്പിയൊക്കെ ഒരുപാട് നീണ്ടതും വലുതുമായിരിക്കും, താടി നീണ്ടതായിരിക്കും, നമസ്കാരത്തഴമ്പ് നല്ല ഖനമുള്ളതായിരിക്കും. സാമ്പത്തിക ഇടപാട് നടത്തി നോക്കുക, അപ്പം കാണാം ഒറിജിനാലിറ്റി. അള്ളാഹുവിലുള്ള ഭയം എത്രയുണ്ട്, ഹക്കിടപാടുകൾ എത്ര സൂക്ഷിക്കുമെന്ന് അപ്പം മനസ്സിലാകും. അതുപോലെ തന്നെ ചേർന്നിരിക്കുമ്പോൾ, ഇണങ്ങിയിരിക്കുമ്പോൾ നമ്മുടെ രഹസ്യങ്ങളൊക്കെ നമ്മൾ പറയും. പിണങ്ങിക്കഴിയുമ്പോൾ അവനതെല്ലാം വിളിച്ചു പറയും. ഇങ്ങനെയുള്ള ആൾക്കാരെ സൂക്ഷിക്കണമെന്നുള്ള വലിയ സന്ദേശമാണ് രണ്ടാം ഖലീഫ നമുക്ക് തന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു, ഇഹ്ബിബ് ഹബീബക ഹൗനമ്മ അസാ യകൂന ബഗീലക യൗമമ്മ. കൂട്ടുകാരനുമായിട്ട് വല്ലാതെ അങ്ങ് കൂടിച്ചേരരുത്, വല്ലാതെ ചേർന്ന് പോകരുത്. ഒരു ഡിസ്റ്റൻസ് ഇട്ട് വേണം കൂട്ടുകെട്ട്. കാരണം ചിലപ്പോൾ നാളെ അവൻ നിൻ്റെ ശത്രുവായി മാറിയേക്കാം, നീയുമായി പിണങ്ങാനിട വന്നേക്കാം. വബുൽ ബഗീലക ഹൗനമ്മ അസാ യകൂന ഹബീബക യൗമമ്മ. ഒരുത്തരുമായിട്ട് പിണങ്ങുമ്പോൾ അറുത്തു മുറിച്ച് വല്ലാത്ത വാക്കുകളൊക്കെ പറഞ്ഞ് ബന്ധം പൂർണ്ണമായി വിട്ടുകളയരുത്. നാളെ എപ്പോഴെങ്കിലും അവന് നിനക്ക് ആവശ്യമായി വന്നേക്കാം, നിൻ്റെ കൂട്ടുകാരനായി അവൻ മാറിയേക്കാം. സുബ്ഹാനല്ലാഹ്, എന്തൊരു ഉപദേശമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് തന്നത്. എൻ്റെ പ്രിയമുള്ള സഹോദരീ സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ ആരംഭകാലത്ത് മക്കയിൽ രണ്ട് ഉറ്റ സ്നേഹിതന്മാരുണ്ടായിരുന്നു. ഉഖ്ബത്ത് ബിൻ അബി മുഈത്ത്, ഉബയ്യ് ബിൻ ഖലഫ്. പേരുകൾ ഓർത്ത് വയ്ക്കുക, ഉഖ്ബത്ത്, ഉബയ്യ്. വളരെ അടുത്ത ചങ്ങാതിമാരായിരുന്നു. അവർ തമ്മിൽ കൂടിയാലോചിക്കാതെ ഒരു കാര്യവും അവർ ചെയ്യുമായിരുന്നില്ല. രണ്ടുപേരും മക്കയിലെ പ്രമാണിമാരും നേതാക്കളുമായിരുന്നു. രണ്ടുപേരും അവിശ്വാസികളായിരുന്നു. കുഫറിലായിരുന്നെങ്കിലും ഉഖ്ബത്ത് വല്ലപ്പോഴും നബിതങ്ങളുടെ സദസ്സിൽ വന്നിരിക്കുമായിരുന്നു. നബിതങ്ങളുടെ സംഭാഷണം വല്ലാതെ ഇഷ്ടപ്പെട്ട ഉഖ്ബത്ത് ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂലിനെ തൻ്റെ വീട്ടിലേക്ക് വിരുന്നിനായിട്ട് ക്ഷണിച്ചു. ഉഖ്ബത്ത് ഇസ്ലാം സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ മഹാനായ പ്രവാചകൻ ആ വിരുന്നിൻ്റെ ക്ഷണം നിരസിച്ചു, തിരസ്കരിച്ചു. അതയാൾക്കൊരു വലിയ അപമാനമായി തോന്നി. അയാൾ അപ്പം തന്നെ ഷഹാദ് കലിമ ചൊല്ലി അള്ളാഹു റസൂലിൻ്റെ മുന്നിൽ വെച്ച് മുസ്ലിമായതായി പ്രഖ്യാപിച്ചു. വിവരം ഉടൻ സ്നേഹിതനറിഞ്ഞു ഉബയ്യ്. അയാൾ വല്ലാതെ പ്രകോപിതനായി. കൂട്ടുകാരനെ ഒരുപാട് ശകാരിച്ചു, ശാസിച്ചു, ഭത്സിച്ചു. അയാൾ പറഞ്ഞു, നീയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ ഇവിടെ വെച്ച് അറുത്തു മുറിക്കുകയാണ്.
ഇനി നാം തമ്മിലൊരു ബന്ധമില്ല. കൂട്ടുകാരനെ നഷ്ടപ്പെടുമെന്ന് കണ്ടപ്പോൾ ഉഖബത്ത് പറഞ്ഞു, നീ വിചാരിക്കുന്ന പോലെ ഞാനങ്ങനെ മതം മാറിയിട്ടൊന്നുമില്ല. മുഹമ്മദ് എൻ്റെ വിരുന്നിൻ്റെ ക്ഷണം തിരസ്കരിച്ചപ്പോൾ എനിക്ക് അപമാനം തോന്നി. അയാളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി, ആ ക്ഷണം സ്വീകരിക്കാൻ വേണ്ടി ഞാൻ ചുമ്മാ കലിമ ചൊല്ലി മുസ്ലിമായി പ്രഖ്യാപിച്ചതാണ്. ഉബയ്യ് പറഞ്ഞു, പോരാ, നീ ഇത് വാദിച്ചാൽ മാത്രം പോരാ, തെളിയിക്കണം. നീ മടങ്ങിപ്പോയി മുഹമ്മദിൻ്റെ പിരടിയിൽ ചവിട്ടുകയും അയാളുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പുകയും ചെയ്താലല്ലാതെ ഞാനും നീയും തമ്മിൽ ഇനി ബന്ധമില്ല. ഉബയ്യുമായിട്ടുള്ള ചങ്ങാത്തം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഉഖബത്ത് അങ്ങനെ തന്നെ ചെയ്തു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ചെന്ന അയാൾ അപമര്യാദയായി പെരുമാറി. അള്ളാഹുവിൻ റസൂൽ അപ്പോഴൊരു വാക്ക് പറഞ്ഞു, നീ എന്ന് മക്കയിൽ നിന്ന് പുറത്തു പോകുമോ അന്ന് നിന്റെ തലയിൽ വാൾ വീണിരിക്കും. നബി തങ്ങളുടെ ശാപമേറ്റ ഉഖബത്ത് വല്ലാതെ ഭയന്നു. മക്കയിൽ നിന്നും പിന്നീട് അയാൾ പുറത്തേക്ക് പോയതേയില്ല. പക്ഷേ ബദർ യുദ്ധം വന്നപ്പോൾ നിർബന്ധിതനായി അയാൾക്കതിൽ പങ്കെടുക്കേണ്ടി വന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചതുപോലെ അലി റളിയല്ലാഹുവിൻ്റെ കരങ്ങളാൽ അവൻ്റെ തല അറ്റുപോവുകയും ചെയ്തു. ഉബയ്യ് ഇബ്നു ഖലഫ് ആകട്ടെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കരങ്ങളാൽ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. മഹാനായ പ്രവാചകൻ ഈ ഭൂമിയുടെ മുകളിൽ വധിച്ച ഒരേ ഒരു മനുഷ്യൻ ഉബയ്യാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ നരകത്തിൽ ഏറ്റവും വലിയ ശിക്ഷ ഏറ്റുവാങ്ങുന്നത് ഒന്നുകിൽ ഒരു പ്രവാചകനെ വധിച്ചവൻ, അല്ലെങ്കിൽ പ്രവാചകന്റെ കയ്യാൽ കൊല്ലപ്പെട്ടവൻ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധത്തിൽ നിൽക്കുകയായിരുന്നു. ഉബയ്യ് തൻ്റെ വേഗതയേറിയ കുതിരപ്പുറത്ത് വാൾ ചുഴറ്റിക്കൊണ്ട് പ്രവാചകനെ വധിക്കാനായി പാഞ്ഞു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ ഒരു സഹാബിയുടെ കയ്യിൽ നിന്നൊരു കുന്തം വാങ്ങി അവൻ്റെ നേരെ ഒരു ഏറ് വെച്ചു കൊടുത്തു. അവൻ്റെ ശരീരത്തിൽ ചെറുതായി ഒന്ന് ഉരസി ആ കുന്തം കടന്നുപോയി. ഒരു നേരിയ മുറിവ്, ഒരു പോറൽ അവനുണ്ടായി. പക്ഷെ പെട്ടെന്ന് തന്നെ അവൻ കുതിരപ്പുറത്ത് നിന്ന് താഴെ വീഴുകയും വലിയ വായിൽ അട്ടഹസിച്ച് നിലവിളിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. കാള മുക്രയിടുന്നത് പോലെ മുക്രയിട്ട അവനെ ഖുറൈശികളുടെ നേതാവ് അബൂ സുഫിയാൻ വല്ലാതെ ശാസിച്ചു. നിനക്ക് നാണമില്ലേ? ഒരു നേരിയ മുറിവിൻ്റെ പേരിലാണോ നീ ഇത്രയും ബഹളമുണ്ടാക്കുന്നത്? നിന്റെ ഈ കരച്ചിൽ കാരണം മറ്റുള്ളവരുടെ ധൈര്യം കൂടി ചോർന്നു പോകുമല്ലോ. ആ അവസരത്തിൽ ഉബയ്യ് പറഞ്ഞു, ലാത്തയാണ് സത്യം, ഉസ്സയാണ് സത്യം. ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഈ വേദന മക്കയിലെയും മദീനയിലെയും മുഴുവൻ മനുഷ്യർക്കും വീതിച്ചു കൊടുത്താലും അവർക്ക് താങ്ങാൻ കഴിയുമായിരുന്നില്ല. വേദന കൊണ്ട് പുളഞ്ഞ് അലറി നിലവിളിച്ച് യുദ്ധത്തിൻ്റെ അവസാനം അവൻ ചത്തുപോയി. ഈ സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാൻ 27, 28, 29 ആയത്തുകൾ അവതരിപ്പിക്കുകയുണ്ടായി. വയൗമ യഅല്ലുല്ലാലിമു അലാ യദൈ യഖൂലു യാ ലൈതനി ഇത്തഖതു മഅർ റസൂലി സബീല. വ്യസനഭാരത്താൽ കൈകടിച്ചു കുടഞ്ഞുകൊണ്ട് നാളെ മഹ്ശറയിൽ അക്രമി വിലപിക്കുന്ന ദിവസം ഖേദം കൊണ്ടവൻ വിളിച്ചു പറയും, എനിക്ക് റസൂലിൻ്റെ മാർഗം തന്നെ തിരഞ്ഞെടുത്താൽ മതിയായിരുന്നു. യാ വൈലത്താ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല. എൻ്റെ നാശമേ, എൻ്റെ കഷ്ടമേ, ഞാൻ ഉഖബത്തിൻ്റെ സൗഹൃദം, ഞാൻ ഉബയ്യിൻ്റെ സൗഹൃദം സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ എത്രയോ നന്നായിരുന്നു, എനിക്കെത്രയോ ഗുണകരമായി മാറുമായിരുന്നു. ലഖദ് അളല്ലനി അനിദ്ദിക്രി ബാദ ഇദ് ജാഅനി വകാന ശൈത്താനു ലിൽ ഇൻസാനി ഖദൂല. സത്യം ബോധ്യപ്പെട്ടതിന് ശേഷവും അവൻ എന്നെ അതിൽ നിന്ന് വഴിപിഴപ്പിച്ച് കളഞ്ഞല്ലോ. യാഥാർത്ഥ്യം മനസ്സിലായതിന് ശേഷം കൂട്ടുകാരനെ നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ അതിൽ നിന്ന് മാറിക്കളഞ്ഞല്ലോ. എൻ്റെ പ്രിയമുള്ള സഹോദരീ സഹോദരങ്ങളെ, ഇത് കേവലം ഉബയ്യിൻ്റെയും ഉഖബത്തിൻ്റെയും ചരിത്രമല്ല. അള്ളാഹുവിൽ നിന്ന് നിങ്ങളെ അകറ്റിക്കളയുന്ന, മുത്തു റസൂലിൽ നിന്ന്, ആ സുന്നത്തിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കുന്ന,
ദീനിൻ്റെ മാർഗത്തിൽ നിന്നും നിങ്ങളെ പിടിച്ചു മാറ്റുന്ന, സ്വർഗത്തിൻ്റെ വഴിയിൽ നിന്നും നിങ്ങളെ അകറ്റിക്കളയുന്ന, പിശാചിൻ്റെ വഴിയിൽ നടക്കാനും അവൻ്റെ കൂടെ കൂടാനും നമ്മെ പ്രേരിപ്പിക്കുന്ന ആണോ പെണ്ണോ ആയ ഏത് സുഹൃത്ത് ആർക്കുണ്ടോ അവരുടെ അവസ്ഥ നാളെ മഹ്ശറയിൽ ഇതായിരിക്കും. കൈ കടിച്ചു കുടഞ്ഞ് ഖേദിക്കേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു, യുഹ്ശറുൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിലു. ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസ്. നാളെ മഹ്ശറയിൽ അന്ത്യനാളിൽ ഓരോരുത്തരും യാത്രയാക്കപ്പെടുക കൂട്ടുകാരൻ്റെ ദീൻ അനുസരിച്ചായിരിക്കും. അതുകൊണ്ട് ആരുമായി കൂട്ടുകെട്ടണമെന്ന് ശരിക്കും ചിന്തിച്ചു കൊള്ളട്ടെ. സിനിമാ താരവുമായി, സിനിമാ താരത്തെ ആരാധിക്കുന്നവൻ അവൻ്റെ കൂടെയായിരിക്കും മഹ്ശറയിൽ വരിക. ക്രിക്കറ്റ് കളിക്കാരനെയോ ഫുട്ബോൾ കളിക്കാരനെയോ അനുധാവനം ചെയ്യുന്നവൻ അവൻ്റെ കൂടെയായിരിക്കും ഹാജരാവുക. അക്രമികളായ ഭരണാധികാരികൾക്കും നേതാക്കൾക്കും ജയ് വിളിക്കുന്നവൻ അവൻ്റെ കൂടെയായിരിക്കും ഹാജരാവുക. അള്ളാഹുവിൻ്റെ ദീനിലേക്ക് അടുപ്പിക്കുകയും ഇബാദത്തിലേക്ക് നമുക്ക് പ്രോത്സാഹനവും നൽകുകയും ചെയ്യുന്ന ആലിമീങ്ങളെയും ഉലമാക്കളെയും സ്നേഹിക്കുന്നവൻ അവരുടെ കൂടെയായിരിക്കും മഹ്ശറയിൽ ഹാജരാകുക. ഇത് നബി തങ്ങളുടെ വാക്കാണ്. വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ കൂട്ടുകാർ, സ്നേഹിതരാരൊക്കെയാണെന്ന് ചിന്തിച്ച് വേണം ഇടപെടാൻ. മറുവശത്ത് വേറെ 2 കൂട്ടുകാരുടെ ചരിത്രം ഞാൻ പറയട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മക്കയിലെ ശത്രുക്കളുടെ പീഡനം സഹിക്കാനാവാതായപ്പോൾ നബിതങ്ങളുടെ അടുക്കൽ ചെന്ന് മദീനയിലേക്ക് ഹിജ്റ പോയിക്കോട്ടെ എന്ന അനുവാദം ചോദിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സിദ്ദീഖെ വരട്ടെ, ചിലപ്പോൾ അള്ളാഹു തആല നിനക്ക് നല്ലൊരു കൂട്ടുകാരനെ തന്നേക്കും. ആരായിരിക്കും ആ കൂട്ടുകാരൻ എന്നിങ്ങനെ സിദ്ദീഖ് ആലോചിച്ചുകൊണ്ടേയിരുന്നു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു നട്ടുച്ച സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ അപ്രതീക്ഷിതമായി പ്രവാചകൻ എത്തിയിട്ട് പറഞ്ഞു, സിദ്ദീഖെ വരൂ, നാം ഇന്ന് രാത്രി മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. അപ്പോഴാണ് നബിതങ്ങൾ സൂചിപ്പിച്ച ആ നല്ല കൂട്ടുകാരൻ പ്രവാചകൻ തന്നെ ആയിരുന്നുവെന്ന് സിദ്ദീഖിന് പോലും മനസ്സിലാകുന്നത്. ബാക്കിയുള്ളതെല്ലാം ചരിത്രമാണ്. എൻ്റെ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ഹിജ്റയുടെ ചരിത്രം അറിയാമല്ലോ. ഒരു നാൾ നബിയും അബൂബക്കർ സിദ്ദീഖും ഒരുമിച്ച് അവർ സൗർ ഗുഹയിൽ പ്രവേശിച്ചു. സിദ്ദീഖിൻ അക്ബറിൻ മടിയിൽ തല വച്ച് അന്ത്യപ്രവാചകൻ നിദ്രയെ പ്രാപിച്ച് ചന്ദ്രവദനം കണ്ട് സിദ്ദീഖത പുഞ്ചിരി തൂകുന്നുണ്ട്. പുഞ്ചിരി തൂകുന്നു, ചുറ്റിലും നോക്കുന്നു, പോതും പഴുതും അടയ്ക്കുന്നു. പഴുതൊന്നടയ്ക്കുവാൻ ശീലത്തുണ്ടില്ല, പാദവിരൽ കൊണ്ടമർത്തുന്നു. മുത്തു റസൂലുള്ളാഹ് സുഖമായി ഉറങ്ങുന്നു. മുഖം കണ്ട് സിദ്ദീഖ് കോൾമയിർ കൊള്ളുന്നു. മൂർഖൻ പാമ്പൊന്നതാ കാലിൽ കടിക്കുന്നു. മൂർച്ഛിച്ച വേദന സിദ്ദീഖിലേറുന്നു. നബിയെ ഉണർത്തിയില്ല, സിദ്ദീഖിൻ്റെ വേദന മാറുന്നില്ല. തൻ്റെ കാലിൽ സർപ്പം ആഞ്ഞുകുത്തുമ്പോൾ, വേദന കൊണ്ട് പുളയുമ്പോൾ, മരണം മുന്നിൽ കാണുമ്പോൾ പോലും തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മടിയിൽ തലവച്ചുറങ്ങുന്നു. ഉണർത്തരുത് എന്ന് നിഷ്കർഷ കാണിച്ച ആ വലിയ കൂട്ടുകാരന് കിട്ടിയ പ്രതിഫലം എന്താണെന്നറിയുമോ? അഷ്റഫുൽ ഖൽക്കായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പരസ്യമായി മദീനയിലെ മിമ്പറിൽ നിന്ന് പ്രഖ്യാപിച്ചു, ഈ ദുനിയാവിൽ ആരെല്ലാം എനിക്ക് ഉപകാരം ചെയ്തോ അവർക്കെല്ലാം ഞാൻ പ്രത്യുപകാരം ചെയ്തിട്ടുണ്ട്, ഒരാൾക്കൊഴികെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തിൻ്റെ പ്രതിഫലം, അദ്ദേഹത്തിനുള്ള പ്രത്യുപകാരം ഞാൻ ആഖിറത്തിൽ ചെയ്യുന്നതാണ്. എന്താണ് സിദ്ദീഖിൻ്റെ ആഖിറത്തിലുള്ള നബിതങ്ങൾ ചെയ്യുന്ന ഉപകാരമെന്നറിയുമോ? നാളെ പ്രവാചകന്മാരെല്ലാം സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞാൽ മനുഷ്യകുലത്തിൽ നിന്നും വലതുകാൽ വെച്ച് ആദ്യമായി സ്വർഗത്തിൽ കിടക്കുന്നത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ആയിരിക്കും. അള്ളാഹു ആ സിദ്ദീഖിൻ്റെ കൂടെ, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുന്ന സജ്ജനങ്ങളിൽ സാധുക്കളായ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരീ സഹോദരങ്ങളെ, അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു,
ഈ ദുനിയാവിൽ ഓരോ സത്യവിശ്വാസിക്കും വിശ്വാസിനിക്കും ഒരു കൂട്ടുകാരുണ്ടാകണം. പുരുഷന് ആൺ സുഹൃത്തുക്കളും സ്ത്രീകൾക്ക് പെൺ സുഹൃത്തുക്കളും ഉണ്ടാകണം. കാരണം അദ്ദേഹം പറഞ്ഞു, നരകവാസികൾ നാളെ വിലപിക്കുന്ന ഒരായത്തുണ്ട് ഖുർആനിൽ, ഫമാ ലനാ മിൻ ഷാഫിഈൻ വലാ സദീഖിൻ ഹമീം. ഞങ്ങൾക്ക് ഒരു നല്ല ശുപാർശകൻ ഉണ്ടായില്ലല്ലോ, അനുകമ്പയുള്ള ഒരു കൂട്ടുകാരില്ലാതെ പോയല്ലോ. ഒരു ശുപാർശകനോ സ്നേഹമുള്ള കൂട്ടുകാരനോ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് ഈ ഗതി വരില്ലായിരുന്നുവല്ലോ, ഞങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാമായിരുന്നുവല്ലോ. അദ്ദേഹം പറഞ്ഞു, ഇതിൻ്റെ അർത്ഥം നരകവാസികൾക്ക് നല്ല കൂട്ടുകെട്ടില്ലാത്തതിൻ്റെ പേരിൽ നരകത്തിൽ പോകേണ്ടി വന്നു. നല്ല കൂട്ടുകെട്ടുള്ളവർ സ്വർഗത്തിൽ പോവുക തന്നെ ചെയ്യും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്യുകയുണ്ടായി, ഇന്ന ഹൗലൽ അർഷി മനാബിറു മിൻ നൂരിൻ. നാളെ അള്ളാഹുവിൻ്റെ സിംഹാസനത്തിൻ്റെ തൊട്ടടുത്ത് പ്രകാശത്താലുള്ള കുറേ സ്റ്റേജുകൾ ഉണ്ടാകും. അലൈഹ ഖൗമുൻ ഉജൂഹുഹും നൂറുൻ വ ലിബാസുഹും നൂറുൻ. ആ സ്റ്റേജിൽ കുറേ ആൾക്കാരെ അള്ളാഹു തആല ഉപവിഷ്ടരാക്കും. അവരുടെ മുഖം പ്രകാശം കൊണ്ട് ലംഘുകയായിരിക്കും, അവരുടെ വസ്ത്രങ്ങളും പ്രകാശമയമാണ്. ലൈസൂബി അംബിയ വലാ ശുഹദാ, അവർ നബിമാരല്ല, രക്തസാക്ഷികളുമല്ല. യഗ്ബിതുഹുമുൻ നബിയ്യൂന വശുഹദാഉ, പക്ഷേ പ്രവാചകന്മാരും രക്തസാക്ഷികളുമൊക്കെ ഈ പദവി തങ്ങൾക്ക് കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് കൊതിച്ചു പോകും, ആഗ്രഹിച്ചു പോകും. ഫഖാലു സിഫുഹും ലനാ യാ റസൂലല്ലാഹ്. സ്വഹാബത്ത് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, ആരാണ് ആ ഭാഗ്യവാന്മാർ, ഒന്ന് പറഞ്ഞു തരാമോ? നബി തങ്ങൾ പറഞ്ഞു, ഹുമുൽ മുത്തഹാബ്ബൂന ഫില്ലാ വൽ മുത്തജാലിസൂന ഫില്ലാ വൽ മുത്തസാവിറൂന ഫില്ലാ. അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി കൂട്ടുകെട്ടുണ്ടാക്കിയവരാണവർ. അള്ളാഹുവിന് വേണ്ടി പലപ്പോഴും ഒരുമിച്ചിരുന്നവരാണവർ. അള്ളാഹയെക്കുറിച്ചും റസൂലിനെക്കുറിച്ചും ദീനിനെക്കുറിച്ചും പഠിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയവർ. വൽ മുത്തസാവിറൂന ഫില്ലാ, അള്ളാഹുവിനോടുള്ള ആ സ്നേഹത്തിൻ്റെ പേരിൽ ദീനീ നന്മകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് പരസ്പരം സന്ദർശിച്ചിരുന്നവരാണവർ. അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. കവി പാടുകയുണ്ടായി, ഫമാ കുല്ലു മൻ തഹ്വാഹു യഹ്വാക ഖൽബുഹു വലാ കുല്ലു മൻ സാഫൈതഹു ലക ഖദ് സഫാ. നീ സ്നേഹിക്കുന്ന പല കൂട്ടുകാരും നിന്നെ അതുപോലെ സ്നേഹിച്ചു കൊള്ളണമെന്നില്ല. നീ കാണിക്കുന്ന ആത്മാർത്ഥത നിന്നോട് കാണിച്ചു കൊള്ളണമെന്നുമില്ല. ഫമാ കുല്ലു മൻ തഹ്വാഹു യഹ്വാക ഖൽബുഹു വലാ കുല്ലു മൻ സാഫൈതഹു ലക ഖദ് സഫാ വലാ ഖൈറ ഫീ ഖില്ലിൻ യഖൂനു ഖലീലഹു ഫലാ ഖൈറ ഫീ വുദ്ദിൻ യജീഉ തകല്ലുഫാ. നിന്നെ വഞ്ചിക്കുന്ന ഒരുവനുമായി ഒരിക്കലും നീ കൂട്ടുകൂടരുത്. ഒടുവിൽ ഭാരവും പ്രയാസവുമായി തോന്നുന്ന ആയി മാറുന്ന ഒരു സ്നേഹബന്ധമാണ് നിനക്കുള്ളതെങ്കിൽ അതിൽ യാതൊരു ഖൈറുമില്ല. വലാ ഖൈറ ഫീ ഖില്ലിൻ യഖൂനു ഖലീലഹു ഫലാ ഖൈറ ഫീ വുദ്ദിൻ യജീഉ തകല്ലുഫാ. സലാമുൻ അലദ് ദുനിയാ ഇദാ ലം യകും ബിഹാ സദീഖുൻ സദീഖുൻ സാദിഖുൽ വഅദി മുൻസിഫാ. സത്യസന്ധനും വാഗ്ദാനം പൂർത്തിയാക്കുന്നവനും വാക്ക് പാലിക്കുന്നവനും നീതിപൂർവം ഇടപെടുന്നവനുമായ ഒരു നല്ല കൂട്ടുകാരനെ നിനക്ക് ഈ ദുനിയാവിൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ ദുനിയാവിൽ ജീവിച്ചിരിക്കാതിരിക്കലാണ് ഭേദം. കവി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എത്ര മനോഹരമായ വാക്കുകൾ. സലാമുൻ അലദ് ദുനിയാ ഇദാ ലം യകും ബിഹാ സദീഖുൻ സദൂഖ് സദീഖുൻ സദീഖ് സദൂഖുൻ സാദിഖുൽ വഅദി മുൻസിഫാ. സഹോദരങ്ങളെ, നാം അള്ളാഹുവിനെ സ്നേഹിക്കുക. ഏറ്റവും നല്ല കൂട്ടുകാരനായി അള്ളാഹുവിനെ മുറുകെ പിടിക്കുക. അള്ളാഹുവിൻ്റെ ഹബീബിനെ നെഞ്ചിലേറ്റി സ്നേഹിക്കുക. അള്ളാഹുവിൻ്റെ ദീനിലേക്കും അതുവഴി സ്വർഗത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന നല്ല കൂട്ടുകാരെ കണ്ടെത്തുക. അവരുമായുള്ള ചങ്ങാത്തം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. എഴുത്തച്ഛൻ എഴുതുകയുണ്ടായി,
മത്തേപം പാം സുസ്നാനം കൊണ്ടല്ലോ സന്തോഷിപ്പൂ. നിത്യവും സ്വച്ഛാജലം തന്നിലേ കുളിച്ചാലും. മത്തേപം ആന. ആന നിത്യവും ആറ്റിലിറങ്ങി മണിക്കൂറുകൾ നീരാടുന്നുണ്ട്. എന്നാലും അത് കഴിഞ്ഞ് കരയിൽ കയറി കുറേ മണ്ണ് വാരി ദേഹത്തിട്ടെങ്കിലേ അതിന് സന്തോഷമാകൂ. ചില കൂട്ടുകാരങ്ങനെയാണ്, ചില ആളുകൾ അങ്ങനെയാണ്, നമ്മൾ ബന്ധപ്പെടുന്നവർ. എത്ര നന്മ പരിസരത്തുണ്ടെങ്കിലും അവർ തിന്മയിലായിരിക്കും അവരുടെ കണ്ണ്. മറ്റുള്ള ജനങ്ങൾക്കു കുറ്റങ്ങൾ പറഞ്ഞിടും, മുറ്റും തന്നുടെ കുറ്റം ഒന്നറിയുകയുമില്ല. മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളൊക്കെ അന്വേഷിക്കാൻ ബദ്ധശ്രദ്ധരായിരിക്കും. തൻ്റെ കുറവുകളും ന്യൂനതകളും ആര് പറഞ്ഞു കൊടുത്താൽ പോലും മനസ്സിലാക്കില്ല. സത്യധർമാദി വെടിഞ്ഞിടിന മനുഷ്യനെ ക്രുദ്ധമാം സർപ്പത്തേക്കാൾ ഏറ്റവും പേടിക്കണം. അള്ളാഹുവിനെ ഭയപ്പെടാത്ത, ദീനിൻ്റെ വിധികൾക്ക് എതിരായ കാര്യങ്ങളെ സ്നേഹിക്കുന്ന, സത്യത്തിനും ധർമ്മത്തിനും എതിരായി നീങ്ങുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സർപ്പത്തേക്കാൾ അവരെ പേടിച്ചുകൊള്ളുക. സത്യധർമാദി വെടിഞ്ഞിടിന മനുഷ്യനെ ക്രുദ്ധമാം സർപ്പത്തേക്കാൾ ഏറ്റവും പേടിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ചിന്തിക്കാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. അള്ളാഹു കബൂലാകട്ടെ. വാഹിർ ദഅ്വായ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.